കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനം ഭയാനകമായ സ്ഥിതിയിലെത്തിയിരിക്കുകയാണെന്ന് സജീവ് ജോസഫ് എം.എൽ.എ. സംസ്ഥാന സർക്കാരിന്റെ കടമയാണ് ലഹരി സംഘങ്ങളെ അടിച്ചമർത്തുക എന്നത്. CPM ലഹരി സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും സജീവ് ജോസഫ് ആരോപിച്ചു. ലഹരി വ്യാപനത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് KSU കണ്ണൂർ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.എൽ.എ. കേരളത്തിലേക്കുള്ള രാസലഹരിയുടെ ഒഴുക്ക് തടയുന്നതിൽ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് സജീവ് ജോസഫ് എം.എൽ.എ. കുറ്റപ്പെടുത്തി. ലഹരി ഉപയോഗ കേസുകളിൽ വൻ വർധനയാണ് ഉണ്ടാകുന്നത്. ഈ സംഘങ്ങളെ തടയാൻ പോലീസിനും എക്സൈസിനും കഴിയുന്നില്ല. CPM ഉൾപ്പെടെ ലഹരി മാഫിയയ്ക്ക് രഹസ്യ പിന്തുണ നൽകുകയാണെന്നും സജീവ് ജോസഫ് കുറ്റപ്പെടുത്തി. ഇതിൽ ഒന്നാം പ്രതി, ഈ സംഭവങ്ങളുടെ ഒന്നാം പ്രതി കേരളത്തിലെ സർക്കാരാണ്. ഇവിടെ മദ്യം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞ സർക്കാർ തന്നെ മദ്യത്തെ മാത്രമല്ല മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി ഉപഭോഗം കേരളത്തിൽ ഗണ്യമായി കുറയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് സാംസ്കാരിക നായകന്മാരെ കൊണ്ട് പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന ഇടതുമുന്നണി സർക്കാർ കഴിഞ്ഞ 9 വർഷക്കാലവും ഇവിടെ കേരളത്തിൽ ലഹരി വ്യാപനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായും പരോക്ഷമായും ഈ ലഹരി വ്യാപനത്തെ പിന്തുണയ്ക്കുന്ന, അതിനെ ന്യായീകരിക്കുന്ന, അതിനെ സജ്ജമാക്കി കൊടുക്കുന്ന, അതിലെ പ്രതികളെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിൽ രഹസ്യമായും പരസ്യമായും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നിരവധി വിദ്യാർത്ഥികൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ലഹരി വ്യാപനത്തിനെതിരെ KSU കണ്ണൂർ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സജീവ് ജോസഫ് എം.എൽ.എ. KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അമൽ തോമസ്, അഷിത് അശോകൻ, ഹരികൃഷ്ണൻ പാളാട്, കാവ്യ ദിവാകരൻ, രാകേഷ് ബാലൻ, അർജുൻ കോറോം, അലക്സ് ബെന്നി, അനഘ കുന്നോൻ, അബ്ജിത് നടുവിൽ, റെയ്സ് തില്ലങ്കേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.